മാഡം, മാഡം. എന്താ രവി, എങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നോ? റെന്റ് എവിടെ? അതല്ല മാഡം, നിങ്ങൾക്ക് 3 മാസത്തെ വാടക തരാനില്ലേ? ആ ഞാനത് അടുത്ത മാസം തന്നേക്കാം. ആ എനിക്കൊരു 10,000 രൂപ കടം തരാവോ? ഉം. എല്ലാം കൂടെ ചേർത്ത് 25,000 രൂപ അടുത്ത മാസം ഞാൻ തന്നേക്കാം. അതൊന്നും വേണ്ട. എന്റെ ആഗ്രഹം നടത്തി തരുമോ? ഉം, നിന്നെ പോലൊരു യങ് ബോയ് എനിക്ക് തുണയായിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷവും കിട്ടും, നിന്റെ പ്രശ്നങ്ങളും തീരും. ഹാപ്പി ബർത്ത്ഡേ ഡിയർ. താങ്ക് യു ഡാർലിംഗ്. അമ്മ വിളിക്കുന്നു, ഞാൻ പിന്നീട് വിളിക്കാം. ശരി, ഓക്കെ, ശരി, ബൈ. ബൈ. ഇപ്പൊ ഈ കാശിന് ഞാൻ എവിടെയാ പോവാ? അടുത്ത വീട്ടിലെ ആന്റിയുടെ അടുത്ത് ചോദിച്ചു നോക്കാം. എന്താന്നേ, ഉം. നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവൾക്ക് നല്ലതും ചീത്തതും പറഞ്ഞു കൊടുക്കാനായിട്ട്? അവള് തീരെ ഞാൻ പറഞ്ഞ കേൾക്കുന്നില്ല. അങ്ങനെയാണോ? ആ ശരി, ഞാൻ അവനെ വിളിച്ചു ചോദിക്കാം. മോളെ, ചെല്ലക്കുട്ടി, എന്താച്ചാ? ഇങ്ങോട്ടൊന്ന് വന്നടാ മുത്തേ. ശരിയച്ചാ. കണ്ടില്ലേ, ഇത്ര നേരായും വന്നില്ല. അതാ നിങ്ങളുടെ മോള്. ചെല്ലക്കുട്ടി, പോവണൊക്കെ പിന്നെ നോക്കാം, ഇങ്ങോട്ടൊന്ന് വന്നേ. ദാ വരാച്ചാ. തങ്കമേ, നീ വന്നടാ അങ്ങോട്ടൊന്ന്. പറയച്ചാ. ഒന്നുമില്ല, നിന്റെ അമ്മ നിന്നെപ്പറ്റി എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. അമ്മ എപ്പോഴും അങ്ങനെയാ, ഉം. എല്ലാറ്റിനും കുറ്റം പറഞ്ഞോണ്ടേയിരിക്കും. ഉം. നിങ്ങൾ അതൊന്നും വിശ്വസിക്കണ്ട അച്ഛാ. ഇപ്പൊ എന്താ പറയുന്നേ? ശരി മോളെ, നിനക്കൊരു ആലോചന വന്നിട്ടോ, എന്താ പറയുന്നേ? അത് പിന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പ്രേമം അതല്ലേ നിന്റെ പ്രോബ്ലം. ഇപ്പൊ നിന്നെ കണ്ടുപിടിച്ച് ഇറക്കാനുള്ള 1,00,000 രൂപയാ മാസ ശമ്പളം. നന്നായി ആലോചിക്ക്. എന്താടി നോക്കിക്കൊണ്ടിരിക്കുന്ന, അവളോട് പറഞ്ഞു മനസ്സിലാക്ക്. നിങ്ങള് പറയുന്നുണ്ടല്ലോ. നന്നായിട്ട് ആലോചിച്ചു നോക്കും മോളെ. ഉം. അത് ഞാൻ എന്ത് പറയാനാ? ശരി അമ്മേ, എന്റെ തീരുമാനം ഞാൻ പിന്നീട് പറയാം. ഇതാണ് നിങ്ങളുടെ മകളുടെ സ്വഭാവം. ഇപ്പൊ മനസ്സിലായി? ആ, മനസ്സിലായി. നീ ഒന്നും മിണ്ടായിരിക്കും. ശരി മോളെ, നീ നന്നായിട്ട് ആലോചിച്ച് നാളെ ഉത്തരം പറഞ്ഞാൽ മതി. മനസ്സിലായോ? ശരി, പോയി ടിഫിൻ ഉണ്ടാക്കോ, ചെല്. ശരി ഡാഡി. നീ എന്തിനാ അവളെ ബൈ പേടിപ്പിക്കുന്നേ? മമ്മി. ചെല്ല് ചെല്ല്, എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. നിങ്ങളിങ്ങനെ അവളെ നന്നായി സപ്പോർട്ട് ചെയ്യേ. സപ്പോർട്ടല്ലടി, വാത്സല്യം. നിങ്ങളെ രണ്ടാളെയും പറഞ്ഞിട്ട് കാര്യമില്ല. രാത്രി ബെഡ്റൂമിലേക്ക് വരുമല്ലോ, അപ്പൊ പറയാം. ശരി ശരി, പോ നീ. ചുമ്മാ പറഞ്ഞോണ്ടിരിക്കാതെ. രണ്ട് ലേഡീസ് വീട്ടിലുണ്ടെങ്കിൽ ഇത് തന്നെയാണ് പ്രശ്നം.
ചെറിയ വിഷയങ്ങളെ ഊതി പെരുപ്പിച്ച് ഇത്രയും വലുതാക്കി കളയും. എല്ലാം എന്റെ തലയിലെടുത്ത എന്റെ ദൈവമേ. ടെൻഷനായി പോയല്ലോ. സുബ്ബലക്ഷ്മിക്ക് ഫോൺ ചെയ്യണോ ഇനി? ആ അതോ വരുന്നല്ലോ. അയ്യോ, സുബുവിനെയൊക്കെ പിന്നെ നോക്കാം. ബേബി, ഉം. എന്റെ വീട്ടിൽ എനിക്കൊരു ചെറുക്കനെ നോക്കിയിട്ടുണ്ട്. എനിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞു, പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും? പണ്ടൊക്കെ പ്രേമിക്കുന്നവർക്കിടയിൽ നല്ല സ്നേഹവും വിശ്വാസവും ഉണ്ടായാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പോ ലിപ്പും ലിപ്പുമായിട്ട് കണക്റ്റ് ആയിരിക്കുക. ജനറേഷൻ ഗ്യാപ്പ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ചിന്തിക്കാൻ മാത്രമേ പറ്റൂ. ശരി, അതൊക്കെ വിട് രവി. നീ ആലോചിച്ച് നല്ലൊരു മറുപടി പറ. ശരി, ഞാൻ ആലോചിച്ചിട്ട് പറയാം. എനിക്ക് കുറച്ച് സമയം താ. ശരി, ഓക്കെ. ഉം. ഇവിടെ എത്ര ബ്രഷാ ഉള്ളത്? ഏതൊക്കെയാ വേണ്ടത് ഏതൊക്കെയാ വേണ്ടാത്തതെന്ന് യാതൊരു വിവരവും ഇല്ല. എല്ലാം ഉണ്ട് ഇവിടെ. മമ്മി, എന്താ നിന്റെ പ്രശ്നം? അന്നൊരു ആലോചനയെ കുറിച്ച് പറഞ്ഞില്ലേ? ആ ആ, ആ, അത് തന്നെ ഓക്കെ ചെയ്തേക്ക്. ആ സത്യാണോ പറഞ്ഞത്? ഉം, അപ്പൊ നിന്റെ ലവ്വോ? അത് കാർബൺ പേപ്പർ പോലെ അമ്മേ. അത് വെറും അച്ചാണ്. അതില് നേരൊന്നും ഇല്ല അമ്മേ. ആ? ഒരു വിധത്തിൽ നോക്കിയാൽ നിങ്ങൾ പറഞ്ഞതാണ് സത്യം അമ്മേ. പ്രണയിക്കാൻ മനസ്സ് മാത്രം മതി, പക്ഷെ ജീവിക്കാൻ പണം വേണോ അല്ലേ അമ്മേ? ഉം. അയ്യോ, നന്നായി സംസാരിക്കാൻ പഠിച്ചല്ലോ നീ. ചെല്ല്, ചെന്ന് റെഡിയാവ്. ഞാൻ ചെറുക്കൻ വീട്ടുകാരെ വിളിക്കാം. ഉം, ശരി ഉം. അമ്മേ. ഇവളൊക്കെ എങ്ങനെ ജീവിക്കാനാ? ഉം. അമ്മയ്ക്ക് വാക്ക് നൽകി. ഇവനെ ഞാൻ എങ്ങനെ ഊരിവിടും? ഓക്കെ, ഒരുപാട് കാശ് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാലേ അത് പ്രശ്നത്തിൽ ചെന്നെത്തും. അത് കാരണമാക്കി അവനെ ഊരിവിടാം. ഹലോ, ആ പറ ചക്കരെ. അത് വേറൊന്നുമല്ല. എന്റെ അമ്മയ്ക്ക് ആക്സിഡന്റ് പറ്റി. അർജന്റായിട്ട് 60,000 രൂപ വേണം. ഡോക്ടേഴ്സ് പെട്ടെന്ന് അടയ്ക്കാൻ പറയുന്നു. പെട്ടെന്ന് എത്ര കാശ് വേണമെന്ന് പറഞ്ഞാ? എനിക്കറിയാടാ നീ ഇത് തന്നെ പറയുള്ളൂന്ന്. ഞാൻ ചിന്തിച്ചതുപോലെ നടക്കുന്നു. ശരി, ഞാൻ അറേഞ്ച് ചെയ്യാം. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. താങ്ക് യു. അത് ശരി, ഇവനെങ്ങനെ ഇത്ര കാശ് റെഡിയാക്കും? 1000-2000 ആലോചിക്കുന്ന ആള് 60,000 എങ്ങനെ റെഡിയാക്കാനാണ്? ഒന്നും മനസ്സിലാകുന്നില്ല. കാശ് റെഡിയാക്കാൻ പറ്റിയില്ലെങ്കിൽ അവനെ ഊരി വിട്ടേക്കാം. ഇങ്ങോട്ട് വാ മോളെ. ആ നിക്കം, ഇതാ വരാം. ₹60,000. ഞാനിപ്പോ ആരോടെ ചോദിക്ക? ആ ആന്റിയുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാം. ഹലോ. ആ ആന്റി, നമസ്കാരം. നീ എന്താ ഇപ്പൊ വിളിച്ചിരിക്കുന്ന? എനിക്കൊരു ₹60,000 കടം വേണമായിരുന്നു. എങ്കിൽ നീ എന്റെ ആഗ്രഹം നിറവേറ്റോ? മാഡം, ഞാൻ നിങ്ങളെ പിന്നെ വിളിക്കാം മാഡം. അവളുടെ ടെൻഷൻ അവൾക്ക്. ഹലോ. എന്തായി രവി? ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. വേഗം റെഡിയാക്കടാ. ഓക്കെ ഓക്കെ, ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. പ്ലീസ് ഡാ. ഞാൻ ശ്രമിക്കുന്നുണ്ട്. പൈസ ഇനിയും എന്റെ കൈ കിട്ടിയില്ല. ശരിയടാ. പോരാത്തതിന് മന്ദന്റും.
നീ ഇന്നലെ ചോദിക്കേണ്ടതായിരുന്നു. നീ എന്താടാ ഈ പറയുന്നത്? എനിക്ക് ഇന്ന് ആവശ്യമുള്ളത് പണം. ഓക്കെ, ഒന്ന് വേഗം അറേഞ്ച് ചെയ്യടാ. ശരി, ഞാൻ അറേഞ്ച് ചെയ്യാം. ശരി. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ഇനി വിശേഷം? നാട്ടിൽ അച്ഛനും അമ്മയൊക്കെ സുഖമാണോ? ഓ, അവരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ശരി, ഇപ്പൊ അവര് അവര് എവിടെയാ? രണ്ടുപേരും ഇപ്പൊ അമേരിക്കയിലാണോ? അമേരിക്കയിലാണോ? എനിക്കൊരു ആലോചന വന്നിട്ടുണ്ട്, ഒന്ന് പോയി കാണാൻ പറഞ്ഞു. അതുകൊണ്ട് പെണ്ണിനെ കാണാൻ വന്നതാ അങ്കിൾ. വളരെ സന്തോഷം. എടീ, കൊച്ചിനെ വിളിച്ചോണ്ട് വാ. അവിടെ ഇരിക്കും മോളെ. എന്നെ മോളെ നന്നായിട്ട് നോക്കിയോ മോനെ? നിങ്ങളുടെ പേരെന്താ? നീയും ചെക്കനെ നന്നായിട്ട് നോക്കിയോട്ടോ. ലത. എന്താണ് മോനെ ആലോചിക്കുന്നത്? ഏയ്, അങ്ങനെയൊന്നുമില്ല അങ്കിൾ. എനിക്ക് ഈ പെണ്ണിനെ ശരിക്കും ഇഷ്ടപ്പെട്ടു. ശരി, നിന്റെ അച്ഛനും അമ്മയൊക്കെ കാണണ്ടേ? നിങ്ങളുടെ മോള് ശരിക്കും നല്ല സുന്ദരിയാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ അച്ഛനും അമ്മയും വന്ന ശേഷം ഓ, സംസാരിക്കാം. അങ്ങനെയാണോ? ഓക്കെ അല്ലേ അങ്കിൾ? ശരി ശരി. അപ്പൊ ശരി, നല്ലത് ഞാൻ മോനെ. ഇറങ്ങട്ടെ. ആ വരട്ടെ ആന്റി, എന്നാ ഞാൻ വരാം. ശരി. ആ ശരി. ശരി അങ്കിൾ, ഞാൻ ആ ഇറങ്ങട്ടെ. നോക്കി പോയിട്ട് വാ. അപ്പൊ ശരി, ആ, ഞാൻ ശരി. വരാം. ഓക്കെ ആന്റി, ബൈ. ഉം. പോയിട്ട് വാ. നിന്നെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടത്രേ. ശരി, വാ മോളെ, ഇവിടെ വന്നിരിക്കേ. ചേർക്കൻ എങ്ങനെയുണ്ട് മോളെ? നിനക്ക് ഇഷ്ടപ്പെട്ടോ? ചെറുക്കനെ നിനക്ക് ഇഷ്ടായ മോളെ? പറ മോളെ, നിനക്ക് ഓക്കെ അല്ലേ? ഹലോ, എവിടെയാടാ നീ? അമ്മേ, വരൂ അമ്മേ. ആ, ആ രവി. മാഡം സുഖമായിട്ടിരിക്കുന്നോ? ഹായ് രവി, നിനക്ക് ആ, സുഖാണോ? എനിക്ക് സുഖമാണ്. ഈ വഴിയൊന്നും കാണാറില്ല. അത് ഞാൻ കുറച്ച് പണിയിലായിപ്പോയി. എല്ലാം ഓക്കെ അല്ലേ? ആ, ഓക്കെയാണ്. എന്നാ പിന്നെ ശരി, എല്ലാം വിട്ടേക്ക്. ആ, എടാ, അതെല്ലാം ഒന്നുമില്ലടാ, ഞാൻ ഷോപ്പിംഗ് പോവുകയാ. ആ, ഇപ്പൊ അടുത്താണ് ഈ കാറ് ആ. വാങ്ങിയത്. ആ, ഇത് നിങ്ങളുടെ വീടാണോ? ആ, അതെ അതെ. ഇവനെന്താ എന്റെ അമ്മയോട് സംസാരിക്കുന്നേ? അമ്മേ. ആ, എന്നാ പിന്നെ കാണാം. ആ, ശരി, ഓക്കെ. നിക്ക്. ഏ? ഡാ, എന്റെ അമ്മയോട് നീ എന്താ സംസാരിക്കുന്നേ? ഏയ്, അതൊന്നുമില്ല. വന്നോണ്ടിരുന്നപ്പോ അവരെ പെട്ടെന്ന് കണ്ടു, അതുകൊണ്ട് ചുമ്മാ സംസാരിച്ചിരുന്നതാ. അത്രേയുള്ളോ? അത് എന്നോട് റിവെഞ്ച് കാണിക്കാണോ? റിവഞ്ചോ? അതും നിന്നോടോ? ഇത് നോക്ക് ഡിയർ, ഈ ജീവിതം തന്നെ ശാശ്വതമല്ലാത്തതാ. അതിൽ നിന്റെ ഈ പ്രണയം ഉണ്ടല്ലോ, ദേ ചെറിയൊരു ലഡുവിനെ പോലെയാ. അങ്ങനെയുള്ളപ്പോ ഞാൻ റിവഞ്ച് ചെയ്യണോ? എനിക്ക് വേറെ പണിയുണ്ട്. നീയൊക്കെ ആരാന്നാ നിന്റെ വിചാരം? എന്റെ ബുദ്ധിയെ ചെരുപ്പൂരി അടിക്കണം. സിൻസിയറായിട്ട് പ്രേമിക്കുന്ന എന്നെ പോലുള്ള ആൾക്കാരൊക്കെ നിനക്ക് എങ്ങനെ ഇഷ്ടാവാനാ? പല ലക്ഷം രൂപയുടെ കാറിൽ വന്നാലേ നിനക്ക് ഇഷ്ടാവും. ഈ ലോകത്തിന്റെ ഒരു അവസ്ഥയെ. ശരി ശരി, അന്ന് വീട് പൂട്ടിയിട്ടത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ നീ എന്നെ ഒഴിവാക്കാൻ പോവാണെന്ന്. അതുകൊണ്ടല്ലേ നീ മനഃപൂർവ്വം എൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കിയേ. നിന്റെ ജീവിതം നീ സേഫാക്കി, പക്ഷെ എൻ്റെ ജീവിതത്തിന് മാത്രം ഇങ്ങനൊരു അവസാനം. ആൻറ്റിയുടെ കൂടെ ചുമ്മാ സംസാരിച്ചപ്പോ ഞാൻ റിവഞ്ച് കാണിക്കുകയാണെന്നാണോ നീ വിചാരിച്ചേ? ഞാൻ അങ്ങനെ ഒരുത്തനായിരുന്നെങ്കിൽ നെഹ്റു കോളേജിൽ നിന്റെ അനിയത്തി പഠിക്കുന്നില്ലേ, ഞാൻ എന്നേ അവളെ വളച്ചേനെ. നീ ഇത് നോക്ക്, ഞാനിപ്പോൾ കുറച്ച് നല്ല മൂഡിലാ. എൻ്റെ മൂടെങ്ങാനും മാറിയ പഴയ സിനിമയിലൊക്കെ വരുന്ന വില്ലന്മാരെ പോലെ നിന്റെ അമ്മയെ തന്നെ ഞാൻ വളച്ചുകൊണ്ട് പോവും. റിവഞ്ച് എന്ന് വെച്ചാൽ അതാണ്. നീ മിണ്ടാതെ പോവാൻ നോക്ക്. നിന്റെ പണക്കാരനായ ഭർത്താവ് വെയിറ്റ് ചെയ്യാ, അവന് ദേഷ്യമാവും. കാശിനു വേണ്ടി ഈ ദിവ്യ പ്രേമം നീ ഉപേക്ഷിച്ച് പോവല്ലേ? ഒരു നല്ല കാമുകന്റെ ഹൃദയം നീ തകർത്ത് കളഞ്ഞില്ലേ?